ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വറുത്തമീൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ രുചിയുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വറുത്തമീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 8-10 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യമേ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പം അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. ഒരു മീൻ 2 പീസാക്കിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ 4 എണ്ണം ഉണ്ട്, 8 പീസുണ്ട്. അപ്പോൾ അത് നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന മാംസത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ അരപ്പ് കയറത്തക്ക തരത്തിൽ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അരപ്പ് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കണം. ഓരോന്നും എടുത്ത് അതിൻ്റെ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന അതിനുള്ളിലേക്ക് അരപ്പ് കയറത്തക്ക രീതിയിൽ വേണം ഇത് ഒന്ന് പുരട്ടി കൊടുക്കാനായിട്ട്. ഇത് പുരട്ടിയിട്ട് നമുക്ക് ഉടനെ ഇത് വറുക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതെല്ലാം എന്താ അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലത്തണ്ട് നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. കറിവേപ്പില എങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഈ മണം പുറത്തേക്ക് പോയില്ല കേട്ടോ മീനിൻ്റെ. അതിന് വേണ്ടിയാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കറിവേപ്പില കഴുകിയിട്ടാണ് ഇട്ടത്. അപ്പോൾ അതാണ് പൊട്ടിത്തെറിക്കുന്നത്, വെള്ളം ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇത് മൊത്തം കൂടി ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 5 കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് ട്രിപ്പിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറിയ ഒരു ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് എനിക്ക് തോന്നുന്നു റെഡി ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്ത സൈഡും ഒന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം. അടുത്ത സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം ബാക്കി ഇരിക്കുന്ന മീനുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുക്കാം. ഇനി ഒരു 3 കഷ്ണം കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് താത്ത് കൊടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി അപ്പോൾ മീൻ ഇവിടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മീൻ പുരട്ടി വെച്ചിരുന്ന അരപ്പ് ബാലൻസ് അരപ്പില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ബാലൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വറ്റിച്ചെടുത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ കുറുകിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ മീനും ഒരുമിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു 6 കഷ്ണം ആദ്യമേ ഇട്ട് കൊടുത്തു. ബാക്കി 2 കഷ്ണം രണ്ടാമത് ഇട്ട് കൊടുത്താണ് അരപ്പ് ഇതിലേക്ക് പിടിപ്പിച്ചത് കേട്ടോ.
ഒരു സൈഡ് ഇങ്ങനെ ഇടുമ്പോൾ ആ സൈഡിൽ കുറേ അരപ്പ് പിടിക്കും. പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത സൈഡിലും അതുപോലെ കുറച്ച് അരപ്പ് പിടിക്കും. കുറച്ച് അരപ്പ് നമുക്ക് സ്പാച്ചുല വെച്ച് കോരി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് കുറേ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് രണ്ട് സൈഡും ആയി കഴിച്ചിട്ടുണ്ട്. ബാക്കി മീനും ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാമല്ലോ, അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും വേണം. ഓക്കേ.